യെസ്, ജനവിധി കാത്തുവച്ച വിസ്മയപ്പെട്ടി തുറക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അട്ടിമറി സാധ്യതയുള്ള മണ്ഡലങ്ങളിലൂടെ യാത്ര നടത്തുകയാണ് നമ്മൾ. പല മണ്ഡലങ്ങളിലൂടെ കഴിഞ്ഞ ബുള്ളറ്റിനുകളിൽ കടന്നുപോയി. ഇനി നമ്മൾ പോകുന്നത് കൊല്ലം സിറ്റി സീറ്റിലേക്കാണ്, കൊല്ലം നഗരമണ്ഡലത്തിലേക്ക്. സ്ഥാനാർത്ഥി ചിത്രമാദ്യം എസ് ജയമോഹൻ LDF വേണ്ടി മത്സരിക്കുന്നു. ബിന്ദു കൃഷ്ണ മൂന്നാം ഊഴം UDF വേണ്ടി മത്സരിക്കുന്നു. NDA സ്ഥാനാർത്ഥി ഡോക്ടർ പ്രതാപ് കുമാർ. കൊല്ലം ജില്ലയിൽ UDF ഇത്തവണ അട്ടിമറി പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് കൊല്ലം. 1991 ശേഷം മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് MLA എന്നതാണ് ലക്ഷ്യം. ബിന്ദു കൃഷ്ണ ജയിച്ചാൽ കൊല്ലം മണ്ഡലത്തിൽ വിജയിക്കുന്ന ആദ്യ വനിതാ MLA ആകും. 5 വർഷം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളും MLAക്കെതിരായ വികാരവും അനുകൂല വോട്ടാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. എന്ത് സംഭവിക്കും കൊല്ലത്ത് എന്ന് നോക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിൽ എന്ത് സംഭവിച്ചു എന്നൊന്ന് ആദ്യം പരിശോധിക്കാം. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ അതിൽ ആദ്യം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അവിടെ വിജയിച്ചത് LDF തന്നെയാണ്. 17,611 വോട്ടായിരുന്നു ഭൂരിപക്ഷം. 2021 വരുമ്പോൾ മുകേഷ് തന്നെ അവിടെ മത്സരിക്കുന്നു. പക്ഷേ മുകേഷിന്റെ ഭൂരിപക്ഷം 2072 വോട്ടായി കുറയുന്നുണ്ട്. എന്ന് വെച്ചാൽ 15,000 വോട്ടിന്റെ കുറവാണ് 2 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ മുകേഷിനും LDFനും സംഭവിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ. NK പ്രേമചന്ദ്രന് 23,792 വോട്ടിന്റെ ലീഡ് കൊല്ലം നഗരമണ്ഡലം നൽകിയിട്ടുണ്ട്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ 2,218 വോട്ടിന്റെ ലീഡ് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്തുണ്ട്. യെസ്, ഇനി ഒരു അട്ടിമറി സാധ്യതയ്ക്കുള്ള അനുകൂല ഘടകങ്ങൾ എന്തെല്ലാം ഉണ്ട് കൊല്ലത്ത് എന്ന് നോക്കിയാൽ MLA സജീവമായിരുന്നില്ല എന്ന പരാതി. മുകേഷ് കഴിഞ്ഞ 2-3 വർഷമായി അവിടെ സജീവമായിരുന്നില്ല എന്ന പരാതി അവിടെ UDF പ്രവർത്തകർ കാര്യമായി പ്രചാരണ കാലയളവിൽ ഉയർത്തിയിരുന്നു. കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തത് UDF ക്യാമ്പിന് വലിയ ഉണർവ് നൽകുന്നതാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞതുകുറി UDF പിടിച്ചത്. അട്ടിമറിക്ക് അനുകൂലമായി വേറെയും ഘടകങ്ങളുണ്ട്. 5 വർഷമായി മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം തോറ്റ MLA എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അവിടെ കഴിഞ്ഞ 2 ടേമുകളായി തോറ്റിട്ടും ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്നു ബിന്ദു കൃഷ്ണ എന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. വനിതാ വോട്ടുകൾ ആ നിലക്ക് അനുകൂലമാകുമെന്ന് UDF ക്യാമ്പ് കണക്കുകൂട്ടുന്നു. മണ്ഡലത്തിൽ പരിചിതനല്ലാത്ത LDF സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ LDF നിർത്തിയിരിക്കുന്നത് എന്ന ഒരു പ്രചാരണവും അവിടെ UDF നടത്തുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അട്ടിമറി സാധ്യതകളെല്ലാം ഇല്ലാതാക്കുന്ന ചില അനുകൂല ഘടകങ്ങൾ തങ്ങൾക്കുമുണ്ട് എന്ന് LDF അവിടെ പറയുന്നുണ്ട്. അത് UDF വോട്ടുകൾ ഭിന്നിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ്. ഒപ്പം തദ്ദേശത്തിലെ LDFന്റെ ലീഡാണ് മറ്റൊന്ന്. LDFന്റെ മികച്ച സംഘടനാ സംവിധാനം എന്ന് വെച്ചാൽ ഏതൊക്കെ തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായാലും ഈ സംഘടനാ സംവിധാനവും കെട്ടുറപ്പും വെച്ച് തന്നെ തടഞ്ഞു നിർത്താൻ കെൽപ്പുണ്ട് അവിടെ പാർട്ടിക്ക് എന്ന് LDF ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. ഇനി ലിജോ റോളൻസിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി. ലിജോ, കൊല്ലം എന്തുകൊണ്ടൊരു ഹോട്ട് സീറ്റായി മാറുന്നുണ്ട് എന്ന് വെച്ചാൽ 91 UDF ജയിച്ചത് മാത്രമേ അവിടെ കോൺഗ്രസിനും UDFനും ആശ്വസിക്കാൻ വകയുള്ള ഒരു കണക്കുള്ളൂ. ബാക്കി കാലങ്ങളിലൊക്കെ അത് LDFന്റെ കോട്ടയാണ്. ആ കോട്ടയിൽ ഇക്കുറി വിള്ളലുണ്ടാക്കാൻ എന്തു പ്രതീക്ഷയാണ് UDFനുള്ളത്? ഒപ്പം LDF പ്രതീക്ഷിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സൈഫുദ്ദീൻ, കൊല്ലം ജില്ലയിലെ കൊല്ലം നിയോജക മണ്ഡലം 4 തെരഞ്ഞെടുപ്പുകൾ മാറ്റി നിർത്തിയാൽ മറ്റെല്ലായ്പ്പോഴും ചെങ്കൊടിയെ ചേർത്ത് പിടിച്ച ഒരു ചരിത്രമാണുള്ളത്. 1991 അവസാനമായി ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നത്. കടവൂർ ശിവദാസനാണ് അന്ന് ജയിക്കുന്നത്. അതിനു മുൻപുള്ള 3 തെരഞ്ഞെടുപ്പുകൾ, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലുമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളും പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ CPMന്റെ സ്ഥാനാർത്ഥികളും RSPയുടെ സ്ഥാനാർത്ഥികളുമാണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവരാണ് ഇവിടെ എല്ലാം വിജയിച്ചു വരുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ പോലും 2072 വോട്ടുകൾക്ക് മുകേഷ് വിജയിച്ചു. 2 തവണ MLA ആയി. ഇത്തവണ ജില്ലയിൽ സീറ്റ് നൽകാത്ത CPM MLAമാരിൽ ഒരേ ഒരാളാണ് മുകേഷ്. എന്തുകൊണ്ട് ഇത്തവണ അട്ടിമറി പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാക്കി. ആകെ നോക്കുമ്പോൾ ലീഡ് നില LDFന് അനുകൂലമാണെങ്കിൽ പോലും കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. അതിൽ തന്നെ ആ കോർപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള 26 വാർഡുകൾ വരുന്നത് കൊല്ലം നിയോജക മണ്ഡലത്തിലാണ്. അവിടെയൊക്കെ തന്നെ നല്ലൊരു മേൽക്കൈ UDFനുണ്ട്. മറ്റൊന്ന് NDAക്ക് അവിടെ വോട്ടുകൾ അവരുടേതായിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. LDFന് അവിടെ താരതമ്യേന വോട്ട് കുറവാണ്. ആ തൃക്കരുവ, പനയം പഞ്ചായത്തുകളൊക്കെ തന്നെയാണ് 2 പഞ്ചായത്തുകളുള്ളത്. അവിടങ്ങളിലും ഒരു ലീഡ് നേടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് UDF ഇപ്പോൾ പങ്കുവെക്കുന്നത്. അതിന്റെ ചില കാരണങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ 2072 എന്ന് പറയുന്നത് LDF അനുകൂല തരംഗം ആഞ്ഞു വീശിയപ്പോഴായിരുന്നു അന്നുണ്ടായത്. അങ്ങനെയാണ് ബിന്ദു കൃഷ്ണ അന്ന് പരാജയപ്പെട്ടതെന്ന് പറയുന്നു.
ഇത്തവണ ഘടകങ്ങൾ മാറി. ഒന്ന്, കഴിഞ്ഞ ഈ മുൻ MLA ആയിട്ടുള്ള M മുകേഷ് മണ്ഡലത്തിൽ സജീവമല്ലായിരുന്നു എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എല്ലാ പരിപാടികളിലും എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്തുകൊണ്ട് അത്തരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സജീവ സാന്നിധ്യമായിരുന്നു. ഇത്തവണ ന്യൂനപക്ഷങ്ങൾ അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രതീക്ഷ. കഴിഞ്ഞ തവണ തീരദേശ മേഖലയിലായിരുന്നു ഒരു തിരിച്ചടി ഉണ്ടായത്. അതൊക്കെ മാറ്റി നിർത്തി ഘടകങ്ങളെല്ലാം അനുകൂലമായി ഒരു വിജയം, ഒരു അട്ടിമറി കൊല്ലത്ത് നേടാൻ കഴിയുമെന്നുള്ളതാണ് UDF ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. സൈഫുദ്ദീൻ. യെസ്, അപ്പോൾ കൊല്ലത്ത് അട്ടിമറി ഉണ്ടാകുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം. കാത്തിരിക്കാം നമുക്ക് മറ്റന്നാൾ വരെ. ഇനി